ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈഫ് സക്സസ് ആക്കാനും ഒപ്പം തന്നെ റിയൽ ലൈഫ് സക്സസ് ആക്കാനുമുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ടൈറ്റാനിക് മോഡൽ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് 3 പീസ് നൈറ്റിയുടെ മോഡൽ ഒരു നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക് പാർട്ട് സാധാരണ നോർമൽ നൈറ്റിയുടെ രീതിയിലുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഒരു 40 സൈസിൻ്റെ ആളുടെയാണ് നമ്മളിത് തയ്ക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. റിയൽ ലൈഫിൽ സ്റ്റിച്ചിങ് ലൈഫിലായാലും റിയൽ ലൈഫിലായാലും സക്സസ് ആവാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സക്സസ് ആവണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തികൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡിൽ മാത്രം കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കും. അത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും 100% പോസിറ്റീവായിട്ട് ഇരിക്കാൻ എപ്പോഴും പറ്റത്തില്ല. കാരണം ഒരു വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവായ ആളുകൾ ഒരുപാടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന, നമുക്ക് ഉള്ള എക്സ്പെക്റ്റേഷൻസ് കളയുന്ന രീതിയിലുള്ള ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കും, നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ എല്ലാ കുടുംബത്തിലും ഉണ്ടായിരിക്കും. ഒന്നിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി തന്നെ ഒരു രീതിയിലും നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എനർജി ഒക്കെ ഇങ്ങനെ എനർജി വാമ്പയേഴ്സ് എന്ന് കണ്ട് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് അവരെ കളയാനും പറ്റില്ല. അവരുടെ അടുത്ത് നമുക്ക് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം പോവുകയും ചെയ്യും. നമ്മൾ അതിനടുത്ത് പ്രതികരിക്കാനായിട്ട് നിൽക്കണ്ട. മനസ്സിലാക്കുക, അതിനകത്തുനിന്ന് അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്നത് ഒഴിവാക്കിയിട്ട് മാറാം. പിന്നെ രണ്ടാമത്തെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ എനർജിയൊക്കെ കളയുന്ന രീതിയിൽ നമ്മൾ സക്സസ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന്, നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. നമുക്കിഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ലക്ഷ്യത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ ചിലവാക്കിയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് അടുത്തത്. നമുക്കിങ്ങനെ ചെവികളൊക്കെ വെച്ച് കേൾക്കാൻ പറ്റാവുന്ന നമുക്ക് MS-ൻ്റെ എയർ ഡ്രോപ്സൊക്കെ കിട്ടും. മൈക്രോസോഫ്റ്റ് എയർ ഡ്രോപ്സൊക്കെ കിട്ടും. അപ്പോൾ അത് ചെറിയ റേറ്റ് തൊട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള പാട്ടോ സോങ്ങോ, നമുക്കിഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ നമുക്ക് വല്ല ഒരു സ്പീക്കിംഗ് എന്തെങ്കിലും ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു പ്രസംഗം ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡൗൺലോഡ്സിൽ ഇട്ട് വെച്ചിട്ട് അത് നമുക്ക് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അതിലൊരെണ്ണം എടുത്ത് നമ്മുടെ ചെവിയിൽ വെച്ചിരുന്ന് നമ്മളത് കേൾക്കുക. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ നമുക്ക് ആ വ്യക്തി പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് എന്താ പറയുക ഇൻക്ലൂഡഡ് ആവില്ല. അപ്പോൾ നമുക്ക് മനസ്സ് ഭയങ്കര റിലാക്സ് ആയിട്ട് വരും. ഒരു സൈഡിൽ നെഗറ്റീവ് കേൾക്കണമെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എനർജി വരും ചെയ്യും. അങ്ങനെ അപ്പോൾ പകുതി ആ വഴി പോകും. പിന്നെ മൂന്നാമത്തേതായിട്ട് നമ്മൾ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സക്സസ്സിന് തടസ്സമായി നിൽക്കുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാന കാര്യമാണ്, ചില ആളുകൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് അവർക്ക് നടക്കാത്ത കാര്യം നമുക്ക് നടക്കുമെന്ന് തോന്നും. അപ്പോൾ വെറുതെ അങ്ങോട്ട് നമുക്ക് എന്താ പറയുക ജലസി വെച്ചുകൊണ്ട് നെഗറ്റീവായ രീതിയിൽ ശാപവാക്കുകൾ പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ നിന്ന് അത് നമ്മുടെ സക്സസ്സിന് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലൊരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് എങ്ങനെ അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ്. അതേപോലെ നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് നമ്മളത് ശരിയാക്കി എടുക്കേണ്ടത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ വ്യക്തികൾ പറഞ്ഞ ഓരോ വാക്കുകളെ, നെഗറ്റീവായി പറഞ്ഞ വാക്കുകളെ ക്യാൻസൽ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ വേണം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ പറഞ്ഞ വാക്കുകളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ വേണം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അത് നമ്മുടെ മനസ്സുകൊണ്ട് പറയാം, അല്ലെങ്കിൽ വായ കൊണ്ട് പറയാൻ പറ്റാവുന്ന സമയങ്ങളിൽ ആ വ്യക്തികൾ മുമ്പിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സക്സസ് ഉറപ്പായിട്ടും നമ്മുടെ സക്സസ് മുന്നോട്ടേക്ക് തന്നെ പോകും. പിന്നെ നമുക്ക് ചില സമയത്ത് മടി, അലസത, നിരാശ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരും. ആ സംഭവം മനുഷ്യന്മാരാകുമ്പോൾ ഉറപ്പായിട്ടും വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെയും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റീവ് എനർജി വരും. പോസിറ്റീവ് എനർജി വരുമ്പോൾ നമ്മുടെ നിരാശ വിട്ടുപോകും. അപ്പോൾ നമുക്കൊരു പ്രത്യാശ വരും. അപ്പോൾ നമുക്കൊരു ഉത്സാഹം വരും. അപ്പോൾ ഒറ്റയടിക്ക് കൂടി പോയിട്ട് വലിയൊരു കാര്യം ചെയ്യരുത്.
ചെറിയൊരു കാര്യം നമുക്കങ്ങനെ ഭയങ്കര നിരാശയുടെ ഡെസ്പ് വരികയാണെങ്കിൽ നമ്മൾ നിരാശ വന്ന സ്ഥലത്ത് ഇരിക്കാണ്ട് അവിടെ നിന്ന് മാറിയിരിക്കുക, ഒന്ന് വേറെ എണീറ്റ് നടക്കുക, ഓൺ ദ സ്പോട്ടിൽ എണീറ്റ് നടക്കണം, പിന്നെ അവിടെ ഇരിക്കരുത്. അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര ഉറക്കം വരും, മടി വന്നു കഴിഞ്ഞാൽ ഉറക്കം വരും. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഒന്ന് എണീറ്റ് നടക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോൾ ആ മൈൻഡ് അപ്പോൾ മാറും, മനസ്സിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ജീവിതത്തെ സക്സസ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ലൈഫിൽ എപ്പോഴും ഫെയിലിയർ ആവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കാര്യം പറഞ്ഞിരുന്നത്. സ്റ്റിച്ചിങ് ലൈഫിൽ ഒരിക്കലും ഫസ്റ്റ്ലി ആദ്യം നമ്മൾ ഭയങ്കര എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യരുത്. ജോലി ഇല്ലാത്ത ആളുകളാണെങ്കിൽ, അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യരുത്. അപ്പോൾ അത് നമുക്ക് നഷ്ടമായിട്ട് വരും. അപ്പോഴും ചെറിയ ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെറിയ ചെറിയ എമൗണ്ടാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് സക്സസ് ആകേണ്ടത് കേട്ടോ. അതൊരു ഒന്നാമത്തെ ഒരു ടിപ്പാണ്. നമുക്കതിനകത്ത് ഇൻകം കിട്ടുന്നതിനനുസരിച്ച് വേണം അതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ സക്സസ് ആവാൻ പറ്റും. സ്റ്റിച്ചിങ്ങിൽ സക്സസ് ആയി റിയൽ ലൈഫിലും സക്സസ് ആണ്. നമുക്ക് സാമ്പത്തിക ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നല്ല രീതിയിലാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലൈഫിലും സക്സസ് ആവും. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഇരിക്കണമെന്ന് ഒരിക്കലും പറയത്തില്ല. അത് അത്ര ഇൻട്രസ്റ്റിലല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഫൈനാൻഷ്യലി കൃത്യമായൊരു ശമ്പളം കിട്ടുന്നൊരു നല്ല വരുമാനം കിട്ടുന്ന ഒരു ജോലിക്കൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഉണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേ തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. സ്വന്തമായിട്ട് ഷോപ്പുകൾ ഇടാൻ പറ്റുന്നവർ, ആ റിസ്ക് എടുക്കാൻ പറ്റുന്നവർ ആ റിസ്ക് ആദ്യമേ എടുക്കുന്നതായിരിക്കും കുറേയും കൂടി നല്ലത്. ഒരുപാട് ലേറ്റ് ആകുമ്പോൾ പിന്നെ നമ്മുടെ അത് ചെയ്ത് വരാനുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹം പിന്നെ കുറഞ്ഞ് വരിക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ അത് ചെയ്ത് ആ റിസ്ക് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് സ്ട്രഗിൾസ് എന്തായാലും എല്ലാ ഫീൽഡിലും സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിർത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും നിർത്തരുത്. 1-2 ദിവസം വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക. നമുക്കത് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രഗിളുള്ള ദിവസം 1-2 ദിവസം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആ ദിവസങ്ങൾ ജോലി ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് സമയം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആണ് നമുക്ക് വീണ്ടും അതിൽ തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ആ സ്ഥാപനം നിർത്തി പോകരുത്. അത് ശരിക്കും ശുദ്ധ മണ്ടത്തരമായിരിക്കും. പിന്നീട് അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സ്ട്രഗിളാണ് കേട്ടോ. പിന്നെ രണ്ടാമത് അത് ചെയ്യാൻ തോന്നാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ ഒരു സമയത്തെ മാത്രം കടന്നു പോകാനായിട്ട് അങ്ങനെ ശ്രമിക്കാം. നമ്മൾ അങ്ങനെ സ്റ്റിച്ചിങ് പല സമയത്തും നിർത്തണം, അയ്യോ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നില്ല സ്റ്റിച്ചിങ്, അങ്ങനെ സ്ഥാപനം വേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. ചില സമയത്ത് ചില കസ്റ്റമേഴ്സിൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് വർക്കിൻ്റെ ബർഡനും അങ്ങനെ സ്ട്രഗിൾസ്, അവർ ശരിയല്ലാത്ത പെരുമാറ്റം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗിൾസ് വരും. പിന്നെ നമ്മുടെ വീട്ടിലത്തെ സാഹചര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ചിലത് ചെയ്തെത്താത്ത വരുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രഗിൾസ് വരും. അപ്പോൾ നമുക്കത് നിർത്തി പോകാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു 2 ദിവസം 1 ദിവസം നമ്മൾ ആ വർക്ക് ചെയ്യാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പിന്നത്തെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മനസ്സ് റിലാക്സ് ആകുമ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കതൊരു സിമ്പിളായിട്ട് തോന്നും. അപ്പം തന്നെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പ്രതികരിക്കാതിരിക്കുക. പല കാരണത്താലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലവർക്ക് വേഗം ദേഷ്യം വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കുന്നതാണ് ജീവിതത്തിൽ സക്സസ് ആവാൻ ഏറ്റവും നല്ലത്. പിന്നെ സന്തോഷം ഭയങ്കരമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമുക്ക് മുമ്പിൽ നിൽക്കുന്നവരുടെ അടുത്ത് അങ്ങനെ ഭയങ്കര വാഗ്ദാനങ്ങൾ കൊടുക്കാണ്ടിരിക്കാം. അത് പിന്നീട് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതും ജീവിതത്തിൽ സക്സസ് ആവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പിലൊന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.